ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്ന ഈ ബൺ മസ്ക് ഇറാനി ചായ ആണല്ലോ. അപ്പോൾ നമുക്കും ഉണ്ടാക്കാം വീട്ടിലൊരു ബൺ മസ്കും ഇറാനി ചായ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ കേട്ടോ. ഇതിപ്പോൾ ട്രെൻഡിങ് ആണല്ലോ, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കേണ്ടത് മിൽക്ക് മെയ്ഡാണ്. അത് ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കണ്ടതിന് എല്ലാവരും ഒന്ന് എടുത്ത് തിന്നല്ലോ. പിന്നെ ഞാൻ തിന്നോക്കി. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് മിക്സാക്കി ബട്ടർ മെൽറ്റ് വരാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇറാനി ചായക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ റെഡിയാക്കാം കേട്ടോ. പിന്നെ പാലൊഴിച്ചു, അങ്ങനെ കുറേ ഇതായി. പിന്നെ ചായപ്പൊടി ഇട്ടു. അങ്ങനെ നമ്മൾ ഇറാനി ചായയും ഉണ്ടാക്കണം. അപ്പോൾ ഇറാനി ചായക്ക് ഇവിടെ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അവിടെ ഇറാനി ചായ റെഡി ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് ബൺ മസ്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിക്ക് ക്രീം നല്ലോണം തേക്കണം കേട്ടോ, എന്നാലേ ഫില്ലാവുള്ളൂ, നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ കേസ് നമ്മൾ ഇറാനി ചായക്ക് മിൽക്ക് മെയ്ഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി. പിന്നെ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ ഇറാനി ചായ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം കേട്ടോ. ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ഉണ്ട്, നല്ല ഇഷ്ടമായി, സൂപ്പർ ആയിരുന്നു. എനിക്ക് ഈ ഇറാനി ചായയിൽ മുക്കിയിലേറൊക്കെ ഇഷ്ടമായത് ഒറ്റയ്ക്ക് തിന്നണം കേട്ടോ. പക്ഷേ ഇറാനി ചായയിൽ മുക്കി തിന്നാണ് കേട്ടോ അവരൊക്കെ പറഞ്ഞത്. എന്തായാലും എനിക്കത് ഒറ്റയ്ക്ക് ഇഷ്ടമായത്. അപ്പോൾ ഇത്രയുള്ള ബൺ മസ്ക വ്ളോഗ്. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.